ഹായ് കൂട്ടുകാരെ, അരിതമെറ്റിക് സീക്വൻസിൻ്റെ അടുത്തൊരു പാർട്ടിലോട്ട് പോവാം. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണണം. എങ്കിൽ മാത്രമാണ് ഈ സാധനങ്ങൾ മനസ്സിലാവുള്ളൂ. കോമൺ ഡിഫറൻസിൻ്റെ ഒരു 5 പോയിൻറ്റ്സും അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആ സാധനങ്ങൾ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക കേട്ടോ. സോ കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിച്ച് കാണാം. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോവാം. In each of arithmetic sequence below, some of the terms are not written but indicated as a circle. Find out this number. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല. അവയുടെ സ്ഥാനം വട്ടം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഈ സംഖ്യകൾ കണ്ടുപിടിക്കുക. അതായത് നമുക്ക് ഈ ചെറിയ ക്ലാസ്സിലൊക്കെ വിട്ടത് പൂരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് എഴുതത്തില്ലേ, അതേപോലത്തെ ഒരു ക്വസ്റ്റിനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 6 സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 6 കണ്ടുപിടിക്കണം. നമുക്കറിയാം അരിതമെറ്റിക് സീക്വൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് നിർബന്ധമായിട്ട് എന്തുണ്ടായിരിക്കും, ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേം കിട്ടാൻ വേണ്ടിയിട്ട് കോമൺ ഡിഫറൻസ് കൂട്ടുക. അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ കൂട്ടി പോകണം, കോമൺ ഡിഫറൻസ് ബാക്കിലോട്ട് വരുവാണെങ്കിൽ കുറച്ച് പോകണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതുവാണ്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ 24, 42, അത് കഴിഞ്ഞിട്ട് 2 സർക്കിൾസ് ആണ്. ഞാൻ 2 സ്പേസ് ഇട്ടേക്കുവാണ്. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കണം, അടുത്ത ടേം കണ്ടുപിടിക്കണം. ഇത് അരിതമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സീക്വൻസ് അല്ല, അരിതമെറ്റിക് സീക്വൻസ്. സോ അതുകൊണ്ട് അവിടെ എന്തുണ്ടായിരിക്കും, കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓൾറെഡി ആണെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെറുതെ 2 ടേം തന്നു കഴിഞ്ഞാൽ അത് അരിതമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം കോമൺ ഡിഫറൻസ് സെയിം ആവണമല്ലോ. ഓക്കെ, സോ ഇത് ഓൾറെഡി അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. സോ ഞാൻ താഴെ എഴുതുവാണ്, കോമൺ ഡിഫറൻസ് സി ഡി ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താ, തൊട്ടടുത്ത രണ്ട് പദങ്ങളുടെ വ്യത്യാസമാണ് കോമൺ ഡിഫറൻസ്. സോ അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് രണ്ടാമത്തെ ടേം ഇവിടെ ശ്രദ്ധിക്കണം. 24 മൈനസ് 42 എന്ന് എഴുതിയ നെഗറ്റീവ് ഉത്തരം വരും, ആൻസർ തെറ്റും. സോ രണ്ടാമത്തെ ടേം ആയിട്ടുള്ള എന്താ, 42 മൈനസ് 24 ആണല്ലോ. 42 മൈനസ് 24 വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ 42 24 കുറയ്ക്കുക. 42 മൈനസ് 24, 2 4 കുറയ്ക്കാൻ പറ്റുമോ, ഇല്ല, നമ്മൾ ബോറോ ചെയ്യണം അല്ലേ. സോ എന്ത് ചെയ്യും, 4 എന്നുള്ളത് 3 മാറും, 2 എന്നുള്ളത് 12 മാറും. ഓക്കെ, സോ 12 4 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും, 8 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ 3 2 കുറയ്ക്കുമ്പോൾ 1 എന്ന് കിട്ടും. സോ കോമൺ ഡിഫറൻസ് എത്രയെന്ന് കിട്ടി, 18 എന്ന ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. സോ 24 നിന്ന് 42 ആവാൻ വേണ്ടിയിട്ട് എന്ത് ആഡ് ചെയ്യണം, 18 ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ട് വെച്ചെങ്കിൽ ഞാൻ വീണ്ടും ആ സീക്വൻസ് ഒന്നുകൂടെ താഴേക്ക് എഴുതുവാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. 24, 42, അടുത്ത 2 കണ്ടുപിടിക്കണം. 24, 42 ആവാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര ആഡ് ചെയ്തു, 18 ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 42 അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 18 ആഡ് ചെയ്യണം. അതിനോടുകൂടെ ആ കിട്ടിയ ആൻസറിനോടുകൂടെ വീണ്ടും 18 ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, അടുത്ത ടേം കിട്ടുന്നത് അല്ലേ. സോ അടുത്ത x3, അതായത് മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 42 പ്ലസ് 18. ഓക്കെ, 42ൻ്റെ കൂടെ 18 കൂട്ടുന്നു, 0, ബാക്കി 1, 60 എന്ന് ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ x3 എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ, മൂന്നാമത്തെ ടേം എത്രയാണ്, 60 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കുക, നാലാമത്തെ ടേം എന്ന് പറയുന്നത് 60ൻ്റെ കൂടെ ഞാൻ എന്ത് ആഡ് ചെയ്യണം, 18 ആഡ് ചെയ്യണം അല്ലേ. ഓക്കെ, 42 കഴിഞ്ഞ് കഴിഞ്ഞാൽ 60, 60ൻ്റെ കൂടെ എന്ത് ചെയ്യണം, 18 ആഡ് ചെയ്യണം. 60ൻ്റെ കൂടെ 18 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 78 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത ടേം ഏതാ, x4 എന്ന് പറയുന്നത് 78. ഞാൻ ആ ശ്രേണി എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്ത് എഴുതാണ്. സീക്വൻസ് ഈസ്, ഓക്കെ, അരിതമെറ്റിക് സീക്വൻസ്. അരിതമെറ്റിക് സീക്വൻസസ് ഏതൊക്കെയാ, 24, 42, 60, 78. ഓക്കെ ആണല്ലോ. ആ 2 അടിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഉത്തരം എന്നറിയാൻ വേണ്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റായി ക്ലിയർ ആയി കിട്ടിക്കാണുമല്ലോ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ശ്രേണി ഞാൻ എഴുതുകയാണ്, സീക്വൻസ് ഞാൻ എഴുതുകയാണ്. ഡാഷ് 24, 42 ഡാഷ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കി. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു, ആദ്യത്തെ 2 ടേം തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ
ആദ്യത്തെ ടേം തന്നിട്ടില്ല, രണ്ടാമത്തെ മൂന്നാമത്തെ തന്നിട്ടുണ്ട്, പക്ഷേ നാലാമത്തെ തന്നിട്ടില്ല. ഓക്കെ, സോ നമുക്കിവിടെ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. സി ഡി ഈസ് ഈക്വൽ ടു x2 മൈനസ് x1. ഇത് രണ്ടും സെയിം നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. സോ x2 എന്ന് പറയുന്നത് 42. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് നമ്പേഴ്സ് തമ്മിൽ മാത്രമേ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ 42 മൈനസ് 24 ഇസ് ഈക്വൽ ടു നമുക്ക് നേരത്തെ കിട്ടിയ 18 തന്നെ കിട്ടും. ഓക്കെ, ഞാൻ ആ ശ്രേണി എഴുതുവാണ്. ഡാഷ് 24 42 ഡാഷ് ഇങ്ങനെയായിരുന്നല്ലോ. ഓക്കെ, അടുത്ത ടേം കിട്ടാൻ വേണ്ടി, അതായത് നാലാമത്തെ ടേം, ഇതാണ് x4 എന്ന് പറയുന്നത്, ഇത് x1 ആണ്, ഇത് x2, ഇത് x3. അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, ഈ x3യുടെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? x4 കിട്ടും ഇല്ലേ? ഈ x3യുടെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ 42ൻ്റെ കൂടെ എന്ത് കൂട്ടുക? 18 കൂട്ടുക അല്ലേ? 42ൻ്റെ കൂടെ 18 കൂട്ടിക്കഴിഞ്ഞാൽ x4 ഈസ് ഈക്വൽ ടു, സ്റ്റെപ്പായിട്ട് താഴെ എഴുതുവാണ്. ഇങ്ങനെ എഴുതണം നിർബന്ധമില്ല, പക്ഷേ പരീക്ഷയ്ക്ക് എഴുതിക്കാൻ കുറച്ചുകൂടി നല്ല വേ ഓഫ് പ്രസൻറ്റേഷന് മാർക്ക് കിട്ടും. സോ അതുകൊണ്ട് x4 ഈസ് ഈക്വൽ ടു 42 പ്ലസ് 18 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 60 എന്ന് കിട്ടും. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, സോ 60 എന്ന് എഴുതി. ഓക്കെ, ഇനി x1 കിട്ടണമെങ്കിൽ ഇവിടെയാണ് നമുക്ക് ആവശ്യം. ഇവിടെ ബാക്കിലോട്ട് പോകുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കോമൺ ഡിഫറൻസ് എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത് അല്ലേ? രണ്ടാമത്തെ ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഒന്നാമത്തെ ടേം കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ടേം ഈ 24 നിന്ന് 18 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഒന്നാമത്തെ ടേം കിട്ടും. സോ x1 എങ്ങനെ കണ്ടുപിടിക്കുക? x1 ഈസ് ഈക്വൽ ടു 24 നിന്ന് 18 കുറയ്ക്കുക. 42 നിന്നല്ല, ശ്രദ്ധിക്കുക, 24 നിന്ന് എവിടെ നിന്നാണോ തൊട്ടടുത്ത് കിടക്കുന്ന അവിടുന്ന് ഒരെണ്ണം. 42 നിന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കണമായിരുന്നു അല്ലേ? ഓക്കെ, സോ അങ്ങനെയാണ് വെച്ചെങ്കിൽ 24 മൈനസ് 18 എത്ര കിട്ടും? 24 നിന്ന് ഞാൻ 18 കുറയ്ക്കുകയാണ്. സോ 4 ഇത് കുറയ്ക്കാൻ പറ്റില്ല, 14 6 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? 6 അങ്ങനെയാണെങ്കിൽ സീക്വൻസ് ഏതാ? സീക്വൻസ് എന്ന് പറയുന്നത് 6, 24, 42, 60 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അതിൽ 6ഉം 60ഉമാണ് നമ്മുടെ ആൻസേഴ്സ്. രണ്ടാമത്തെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ സീക്വൻസ് എഴുതുകയാണ്. ആദ്യമേ രണ്ടും എന്താ കൊടുത്തേക്കുന്നത്? ഡാഷാണ് കൊടുത്തേക്കുന്നത് അല്ലേ? 24, 42. ഇവിടെ നോക്കിക്കുക, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ പകുതി അല്ലേ? എങ്ങനെയാ? ആദ്യത്തെ രണ്ടും ഡാഷ്, അതായത് x1 അറിയത്തില്ല, x2 അറിയത്തില്ല, x3 നമുക്കറിയാം, x4 അറിയാം. സോ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു x4 മൈനസ് x3. x2 മൈനസ് x1 എഴുതിയാലും മതി കേട്ടോ. ഓക്കെ, 42 മൈനസ് 24 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 18 എന്ന് കിട്ടും. നമ്മൾ നേരത്തെ അതേ സെയിം. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, 18. ഇനി എന്ത് ചെയ്യണ്ടേ? നമ്മൾ സീക്വൻസ് കിട്ടണമെങ്കിൽ x1ഉം x2ഉം കിട്ടണം. 24ഉം 42ആണ് തന്നേക്കുന്നത് അല്ലേ? 24 നിന്ന് എന്ത് കുറയ്ക്കണം? 18 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്, കൂട്ടല്ല. കാരണം x3യിൽ നിന്ന് വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? x2 കിട്ടാൻ വേണ്ടി. സോ x2 ഈസ് ഈക്വൽ ടു 24 മൈനസ് 18. 24 മൈനസ് 18 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എത്രയാണ്? 6. അപ്പോൾ x2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 6 കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഈ 6ൽ നിന്ന് വീണ്ടും 18 കുറയ്ക്കുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? അടുത്ത ടേം ആയിട്ടുള്ള x1 കിട്ടുന്നത് അല്ലേ? x1. സോ x1 ഈസ് ഈക്വൽ ടു 6 മൈനസ് 18. ഓക്കെ, ഇവിടെ നോക്കിക്കേ, രണ്ടും വ്യത്യസ്തമാണ്. വ്യത്യസ്തമാകുമ്പോൾ ഇതിനെ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. സോ 18ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 12 ആൻസർ കിട്ടും. 18ൻ്റെ സൈൻ ആയിട്ടുള്ള ആരാ? നെഗറ്റീവാണ്. സോ നെഗറ്റീവ് സൈൻ വരും. സോ മൈനസ് 12. സോ ഈ സീക്വൻസ് എങ്ങനെ കിട്ടും? -12, 6, 24, 42. ഓക്കെ ആണല്ലോ. സിമ്പിളാണ്. ഈ മൂന്നെണ്ണത്തിലും എന്ത് തന്നെയാണ് കോമൺ ഡിഫറൻസ്? സെയിം ആയിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് വയ്ക്കാം കേട്ടോ. ഓക്കെ, നാലാമത്തേലോട്ട് പോകാം. നാലാമത്തേടെ സീക്വൻസ് എഴുതുമ്പോൾ എന്ത് കിട്ടും? 24 ഡാഷ് 42 ഡാഷ്. ഓക്കെ, ഇങ്ങനെയാണ് സീക്വൻസ് എടുക്കുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ ഒന്ന് നോക്കിക്കേ. 24 മൈനസ് 42, 42 മൈനസ് 24 ചെയ്ത് കോമൺ ഡിഫറൻസ് കിട്ടുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം അവർ അടുത്തടുത്ത ടേം അല്ല. കോമൺ ഡിഫറൻസ് എന്നാണ് ഏതെങ്കിലും രണ്ട് ടേം കുറയ്ക്കാന്നല്ലല്ലോ. ഓക്കെ, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത രണ്ട് ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ താഴേക്ക് ഇട്ട് എഴുതാം. 24, 42, അതിൻ്റെ ഇടയിൽ ഡാഷ് ഉണ്ട്. ഓക്കെ, 42 കഴിഞ്ഞിട്ട് ഒരു ഡാഷ്.
ഓക്കെ, 24ൻ്റെ കൂടെ എന്തോ കോമൺ ഡിഫറൻസ് അതെനിക്ക് അറിയില്ല, ഞാൻ ഡി എന്ന് വിചാരിക്കാം. കൂട്ടിക്കഴിയുമ്പോൾ എനിക്കൊരു നമ്പർ കിട്ടും, അതാണ് ഡാഷിൻ്റെ അവിടെ വരുന്നത് അല്ലേ. ആ ഡാഷിൻ്റെ കൂടെ വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്, 42 കിട്ടുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒന്നാമത്തെ x1, ഇത് x3, ഓക്കെ, ഇത് x2. ഓക്കെ, സോ x1ൻ്റെ കൂടെ എന്ത് കൂട്ടുമ്പോഴാണ് x3 കിട്ടുന്നത്, ഒന്നിൻ്റെ കൂടെ എന്ത് കൂട്ടുമ്പോഴാണ് 3 കിട്ടുന്നത്, 2D അല്ലേ. ആ 2D തന്നെയല്ലേ മേലെ എഴുതിയേക്കുന്നത്. സോ ഞാനൊരു ഫോർമുല പോലെ എഴുതുവാണ്. സോ x1ൻ്റെ കൂടെ 2D കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, x3 കിട്ടും. ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ, 1+2=3. അങ്ങനെ തന്നെ അല്ലേ, ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയാൽ മതി. സോ x1 എന്ന് പറയുന്നത് എനിക്കറിയാം, ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. x1 എന്ന് പറയുന്നത് എത്രയാണ്, 24 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്ലസ് 2D, ഇത് നമുക്ക് അറിയില്ല, 2D എന്ന് തന്നെ എഴുതി. ഈസ് ഈക്വൽ ടു x3 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 42. ഓക്കെ ആണല്ലോ. സ്റ്റെപ്സ് ഫോളോ ചെയ്യുക, കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, x1ന് പകരം 24 കൊടുത്തു, പ്ലസ് അതുപോലെ ഇറക്കി എഴുതി, 2D അതുപോലെ അറിയാത്തതുകൊണ്ട് അതുപോലെ തന്നെ എഴുതി, ഈക്വൽ സൈൻ അതുപോലെ എഴുതി, x3 എന്നുള്ളതിന് പകരം എന്ത് എഴുതി, 42 എഴുതി. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, 2D അല്ലേ. ആ 2Dനെ അവിടെ നിർത്തി 24 ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. 24 അപ്പുറത്തോട്ട് പോയി, അപ്പോൾ ബാക്കി ആരാളുള്ളത്, 2D ഈസ് ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി ആരുണ്ട്, 42 ഉണ്ട്, പ്ലസ് 24 ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും, -24 മാറും. ഓക്കെ, സോ എനിക്ക് ബാക്കി എന്ത് കിട്ടും, 2D ഈസ് ഈക്വൽ ടു 42 - 24 നമ്മൾ എത്ര കണ്ടുപിടിച്ചിട്ടുണ്ട്, 18 കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ 2D ഈസ് ഈക്വൽ ടു 18. അങ്ങനെയാണെങ്കിൽ D കണ്ടുപിടിക്കുക, 2നെ എന്ത് ചെയ്താൽ മതി, ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇൻറ്റു 2D എന്ന് പറഞ്ഞ അർത്ഥം എന്താ, 2 ഇൻറ്റു D എന്നാണ്. സോ രണ്ടിൻ്റെ അവരുടെ ഇടയിൽ എന്താ ഓപ്പറേഷൻ ഉള്ളത്, ഇൻറ്റു ആണ്. സോ അത് ഈക്വൽ സൈൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും, ഡിവിഷനായിട്ട് മാറും. സോ 2 പോയി, ബാക്കി ആര് മാത്രം, D മാത്രം. D ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു ഉള്ളത് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ എന്തായി, ഡിവൈഡായി. 18/2 ഇസ് ഈക്വൽ ടു 9 കിട്ടും. സോ കോമൺ ഡിഫറൻസ് എത്രയെന്ന് കിട്ടി, 9 കിട്ടി. ഓക്കെ, ഈ ഒരു കാൽക്കുലേഷൻ ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് കാണുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് വേണം കാണാൻ വേണ്ടിയിട്ട്. കാരണം ഇനി എല്ലായിടത്തും നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ യൂസ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പാഠം ഭയങ്കര എളുപ്പമാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. x1ൻ്റെ കൂടെ 2D കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, x3 കിട്ടും. സോ 1 + 2 = 3 എന്ന് പറയുന്നത്. ഓക്കെ, x1ന് പകരം നമുക്ക് ക്വസ്റ്റ്യൻ തന്നത് എത്രയുണ്ട്, 24. അത് ഞാൻ എഴുതി, പ്ലസ് അതുപോലെ എഴുതി, 2D അതുപോലെ എഴുതി, ഈസ് ഈക്വൽ ടു x3ക്ക് പകരം എന്ത് കൊടുത്തു, 42 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി 2D ആണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ള, 24 അങ്ങോട്ട് കൊണ്ടുപോയി, പ്ലസ് 24 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായി, മൈനസായി. അപ്പോൾ ബാക്കി ആര്, 24 പോയി, ബാക്കി 2D ഈസ് ഈക്വൽ ടു 42 പ്ലസ് 24 അപ്പുറത്ത് വന്നപ്പോൾ എന്തായി, -24 ആയി. സോ 42 - 24 18 എന്ന് കിട്ടും. സോ 2D ഈസ് ഈക്വൽ ടു 42 - 24 18 എന്ന് കിട്ടി. ഓക്കെ, ഇനി അതിന് D കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ 2നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. 2D എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു D എന്നർത്ഥം. ഈ 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും, ഇൻറ്റു 2 ഉള്ളത് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡായിട്ട് മാറും. സോ D ഈസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടി, 2 എന്ന് കിട്ടി, ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടി. സോ D ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ അർത്ഥം എന്താ, കോമൺ ഡിഫറൻസ് 9 ആണ്. സോ നമ്മുടെ സീക്വൻസ് ഞാൻ എടുത്ത് എഴുതാണ്, 24-42-. ഓക്കെ, 24ൻ്റെ കൂടെ 9 കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, അടുത്ത ടേം കിട്ടും. ആ കിട്ടിയ ടേമിൻ്റെ കൂടെ വീണ്ടും 9 കൂട്ടുമ്പോൾ 42 കിട്ടും. ആ 42ൻ്റെ കൂടെ വീണ്ടും 9 കൂട്ടി എന്ത് കിട്ടും, അടുത്ത് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം, 24 ഒന്നാമത്തെ ടേമായ 24, എത്രാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കാം, രണ്ടാമത്തെ ടേമല്ലേ. സോ x2 ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ ടേമായ 24നോട് കൂടെ എന്ത് കൂട്ടിയാൽ മതി, 9 കൂട്ടിയാൽ മതി അല്ലേ. ഒന്നാമത്തെ 24ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടും, 33 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഈ 33ൻ്റെ കൂടെ ഇപ്പോൾ x3 കണ്ടുപിടിക്കാനുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 33ൻ്റെ കൂടെ വീണ്ടും 9 കൂട്ടി വയ്ക്കുക, എത്ര കിട്ടും, 42 എന്ന് കിട്ടും അല്ലേ. അതന്നെയല്ലേ നമ്മൾ മൂന്നാമത്തെ ടേം, ശരിയല്ലേ. ഓക്കെ, 42. ഓക്കെ, ഇനി x4 കണ്ടുപിടിക്കാനുണ്ട്. സോ x4 ഈസ് ഈക്വൽ ടു 42ൻ്റെ കൂടെ വീണ്ടും എന്ത് ചെയ്യുക, 9 കൂട്ടുക. 42ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ 51 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. എടുത്ത് മനസ്സിലായി, കുറച്ചധികം സ്റ്റെപ്പ് ഉണ്ട്. ഞാനിങ്ങനെ പരത്തി പരത്തി പറയുന്നതുകൊണ്ടാണ് ലെങ്ത്ത് കൂടുന്നത്. സോ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, -24-42. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടറിയാം എന്താണ്, ഇത് D ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ, ഇല്ല. നേരത്തെ ചെയ്തതുപോലെ കണ്ടുപിടിക്കണം. ഇവിടെ ഏതൊക്കെ തന്നേക്കുന്നത്, x2 തന്നിട്ടുണ്ട്, x4 തന്നിട്ടുണ്ട്, x3 നമുക്കറിയില്ല,
x1 നമുക്കറിയില്ല. സോ നമുക്കറിയാം x2ൻ്റെ കൂടെ എത്രയോ ഡി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ x4 കിട്ടും. എത്ര ഡിയാ? 2D അല്ലേ? x2ൻ്റെ കൂടെ 2D കൂട്ടിക്കഴിഞ്ഞാൽ x4 കിട്ടും. x2 എന്ന് പറയുന്നത് എത്ര? 24 പ്ലസ് 2D ഈസ് ഈക്വൽ ടു 42. ഓക്കെ, സോ 2D കിട്ടാൻ വേണ്ടിയിട്ട് 24 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 42 മൈനസ് 24. സോ 2D ഈസ് ഈക്വൽ ടു 18 എന്ന് ആൻസർ കിട്ടും. ഡി ഈസ് ഈക്വൽ ടു 18/2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 9 എന്ന് കിട്ടും. നേരത്തെ ചെയ്ത അതേ കണക്കാണ്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ ചെയ്തു പോയ. ഒന്നും കൂടി നേരത്തെ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി നോക്കിയിട്ട് ചെയ്തോളാം കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 9 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശ്രേണി വീണ്ടും എഴുതാണ് 24-42. ഓക്കെ, ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ 9 കൂട്ടണം. 9 കൂട്ടിയിട്ട് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് എത്രയാണ്? 33 ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഈ x1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നോക്കിയേ? 9 എന്ത് ചെയ്യണം? കുറയ്ക്കണം. സോ ഞാൻ കണ്ടുപിടിക്കുകയാണ്. x3 കിട്ടാൻ വേണ്ടിയിട്ട് 24ൻ്റെ കൂടെ 9 കൂട്ടി ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 33. ഇനി x1 കിട്ടാൻ വേണ്ടിയിട്ട് 24-ൽ നിന്നും 9 കുറച്ചു. അതാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറയുന്നത്. 24-ൽ നിന്നും 9 കുറച്ചു. 24-ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? x1 ഈസ് ഈക്വൽ ടു 15 ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുന്നത്. സോ നമ്മുടെ സീക്വൻസ് എങ്ങനെ കിട്ടും? 15, 24, 33, 42. ഇതിൽ 33, 15 നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ? ആൻഡ് ദ ലാസ്റ്റ് വൺ, ആറാമത്തെ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതാണ് 24-42. ഓക്കെ, ഇവിടെ നോക്കിക്കേ, എത്ര ഡി കൂട്ടണം? ഒന്ന് ഡയറക്റ്റ് വേഗം പറയാമല്ലോ. ഓക്കെ, ഒരു ഡി കൂട്ടുമ്പോൾ രണ്ടാമത്തെ നമ്പർ കിട്ടും. രണ്ടാമത്തെ നമ്പറിൽ നിന്ന് അടുത്ത ബ്ലാങ്കിലോട്ട് വീണ്ടും ഒരു ഡി, അടുത്ത ബ്ലാങ്കിൽ നിന്ന് 42-ലോട്ട് വീണ്ടും ഒരു ഡി. എത്ര ഡി കൂട്ടണം? 3 ഡി കൂട്ടണം. ഓക്കെ, ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അതിനേക്കാൾ എളുപ്പം എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ഇത് x1, ഇത് x2, ഇത് x3, ഇത് x4. ഇങ്ങനെ എല്ലാം എഴുതണമെന്നില്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് ഏതാണോ അത് മാത്രം എഴുതിയാൽ മതി. ഏതൊക്കെയാണ്? x1ഉം x4ഉം അതാണ് തന്നേക്കുന്നത് അല്ലേ? സോ x1ൻ്റെ കൂടെ എത്രയോ ഡി കൂട്ടുമ്പോഴാണ് x4 കിട്ടുന്നത്. എത്ര ഡി ആയിരിക്കും? 1 + 3 ആണ് എന്തെന്ന് പറയുന്നത്? 4 അല്ലേ? സോ x1ൻ്റെ കൂടെ 3D കൂട്ടുമ്പോൾ എന്ത് കിട്ടും? x4 കിട്ടും. x1 എത്ര തന്നുണ്ട്? 24 പ്ലസ് 3D ഈസ് ഈക്വൽ ടു x4 എത്ര തന്നുണ്ട്? 42. നേരത്തെ പോലെ 24-ന് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 3D ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 42 പ്ലസ് 24 അങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? -24 ആവും. സോ 3D ഈസ് ഈക്വൽ ടു 18 എന്ന് കിട്ടും. സോ ഡി ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു 3 എന്നുള്ളത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്തായാലും /3 ആയിട്ട് മാറും. സോ 18/3 ഡി ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? സോ കോമൺ ഡിഫറൻസ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സോ കോമൺ ഡിഫറൻസ് x2 - x1 എന്ന് പറയുന്ന ഫോമുല മാത്രമല്ല, ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ അങ്ങനെയാണ് വെച്ചെങ്കിൽ നമുക്ക് സീക്വൻസ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? 24-42. 24-ൻ്റെ കൂടെ എന്ത് കൂട്ടണം? 6 കൂട്ടുമ്പോൾ രണ്ടാമത്തെ കിട്ടും അല്ലേ? സോ x2 കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? x2 ഈസ് ഈക്വൽ ടു 24 + 6 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 30 എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? സോ ഇവിടെ 30. ഓക്കെ, ഈ 30-ൻ്റെ കൂടെ അടുത്ത 6 ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? അടുത്ത ടേം കിട്ടുന്നത്. സോ x3 എന്ന് പറയുന്ന ടേം കിട്ടുന്നത്. x3 ഈസ് ഈക്വൽ ടു 30 + 6 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 36. ഓക്കെ, സോ ഇവിടെ 36 എന്ന് കിട്ടും. അതിനോടുകൂടി 6 കൂട്ടി തന്നെയാണോ 42 കിട്ടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി, ശരിയാണോ നോക്കാമല്ലോ. സോ x4 ഈസ് ഈക്വൽ ടു 36 + 6 ഈസ് ഈക്വൽ ടു 42. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് 24-ൻ്റെ കൂടെ 2 ഡി കൂട്ടുമ്പോൾ 36 കിട്ടുന്നുണ്ടെന്ന് നോക്കി. 24-ൻ്റെ കൂടെ 6 + 6 12. 12 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 24 + 12 എത്രയാണെന്ന് നോക്കിയേ. 24 + 12 6 3 കണ്ടോ? 36 തന്നെ കിട്ടിയില്ലേ? സോ ഓരോന്ന് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഡി കൂടി വരും, ബാക്കിലോട്ട് പോകുമ്പോൾ ഡി കുറഞ്ഞ് പോകും. ഓക്കെ ആണല്ലോ? സോ സംഭവം ഭയങ്കര എളുപ്പമാണ്. ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് വീഡിയോ ഇത്ര ലെങ്ത് ആയത്. സോ അതുകൊണ്ട് എല്ലാവരും കാണുക, എന്നിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ ആണല്ലോ? താങ്ക് യു.